മക്കളെ ക്രിസ്മസ് എക്സാമിന് 18 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയം നമ്മൾ ഒരു 25 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കുക. 20-25 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പോവാണ്. അതിൽ ആദ്യം പഠിക്കുന്ന എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് ഇക്വിലിബ്രിയം എന്നാണ്. നമ്മൾ റിയാക്ഷൻ വളരെ ഈസിയാണ് ചാപ്റ്റർ. നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. A moles of A and B moles of B gives reversible arrow ആണ്, രണ്ട് arrow. C moles of C and D moles of D. ശ്രദ്ധിക്കുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷന്റെ ടേമിൽ ഇതാണ് നമ്മൾ പറയാ കോൺസെൻട്രേഷൻ ഓഫ് C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. കണ്ടില്ലേ, ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്നല്ലേ പറഞ്ഞുതരാം. വെയിറ്റ്, ഇത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരാന്ന് പറഞ്ഞുതരാം. ഇനി റിയാക്ടന്റും പ്രോഡക്റ്റും ഗ്യാസ് ആണെങ്കിൽ, റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ ഗ്യാസിയസ് സ്റ്റേറ്റ്, നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ പറയും. KP പറയും. KP എങ്ങനെ പറയാ? പാർഷ്യൽ പ്രഷർ ഓഫ് C, കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ഓഫ് C raised to C into partial pressure of D raised to D divided by partial pressure of A raised to A into partial pressure of B raised to B. അപ്പൊ ഇത് എന്തിനാന്നല്ലേ? റിയാക്ടൻസും പ്രോഡക്റ്റും ഗ്യാസ് ആണെങ്കിൽ, വീണ്ടും ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നല്ല, അത് പറഞ്ഞുതരാം. റിയാക്ടൻസും പ്രോഡക്ട്സും ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? യെസ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പോവാണ്. നമ്മളിങ്ങനെ ഒരു റിയാക്ഷൻ തരും. N2 plus 3H2 gives 2NH3. ഇതാണ് ഇക്വേഷൻ. N2 plus 3H2 gives 2NH3. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഗ്യാസ് ആണ്, ഇവിടെ ഗ്യാസ് ആണ്, ഇവിടെ ഗ്യാസ് ആണ്. Write an expression for equilibrium constant. അതാണ് ക്വസ്റ്റ്യൻ. Write an expression for equilibrium constant. റിയാക്ടന്റും പ്രോഡക്റ്റും ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? പാർഷ്യൽ പ്രഷർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ KP ഏതാ? KP is equal എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ PNH3. ഇതാണ് പ്രോഡക്റ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ raised to 2 എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യന്റ് ആണ്. ഓരോ കോഎഫിഷ്യന്റ് എന്നായി മാറും, പവർ ആയി മാറും. ഈച്ച് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഈച്ച് പാർഷ്യൽ, ഈ ടേം ഒരു പവർ റൈസ് ചെയ്യും. ആ പവർ എന്തിന് ഈക്വൽ? കോൺസെൻട്രേഷൻ ടേമിന് ഈക്വൽ ആയിരിക്കും. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് N2 raised to 1 ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് N2 raised to 1 into പാർഷ്യൽ പ്രഷർ ഓഫ് H2 raised to 3 ആണ്. ക്ലിയർ അല്ലേ? ഇനി വേറെ ഇക്വേഷൻ നോക്കിക്കോ. വേറെ ക്വസ്റ്റ്യൻ തരും. കാൽഷ്യം കാർബണേറ്റ് CaCO3. ഇത് സോളിഡ് ആണ്. ഇത് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മൾ KC ഇതാണ്. KC എന്ന് എങ്ങനെ എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കാൽഷ്യം ഓക്സൈഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. മക്കള് ഓർമ്മിക്കുക, ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ സോളിഡിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും 1 ആയിരിക്കും. അതായത് ഇവരുടെ കോൺസെൻട്രേഷൻ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് KC ഇതാ. KC is equal to concentration of CO2 divided by concentration of CO2 ഉള്ളൂ. കാരണം ഇവർ രണ്ടുപേരും 1 ആണ്. ഇതും 1 ആണ്, ഇതും 1 ആണ്. ക്ലിയർ അല്ലേ? CO2 ഗ്യാസ് ആയതുകൊണ്ട് KCയുടെ ടേബിൾ പറയണ്ട, KPന്റെ ടേബിൾ പറയാം. KP is equal to partial pressure of CO2. കഴിഞ്ഞില്ലേ? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട് ഇതാണ്. Write an expression for equilibrium constant in terms of partial pressure or write an expression for equilibrium constant in terms of concentration എന്ന് പറഞ്ഞാൽ മതി. അത് ക്ലിയർ ആയേ? അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ KP and KC. അതായത് ഒരു റിയാക്ഷന്റെ KP തന്നാൽ KC കാണാനും KC തന്നാൽ KP കാണാനും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് KP is equal to KC into RT raised to delta N. കണ്ടില്ലേ? R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. R എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇതിൽ അറിയാത്ത ഒരേ ഒരു ടേം ഡെൽറ്റ N ആണ്. ഡെൽറ്റ N is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous product. Number of moles of gaseous product minus number of moles of gaseous reactant. ക്ലിയർ അല്ലേ? ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്നല്ലേ പറഞ്ഞുതരാം. KP KC into RT raised to delta N. KP തന്നാൽ KC കാണാനും KC തന്നാൽ KP കാണാനും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണിത്. എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് വെച്ചാൽ നോക്കിക്കോ. ഇവിടെ നോക്കുക, H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI ഗ്യാസ്. ഇതാണ് ഇക്വേഷൻ. 2HI ഗ്യാസ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇവിടെ KC for the reaction at 27 degrees Celsius
Kc for the reaction at 27 degrees Celsius is 1.5 into 10 raised to minus 8 ആണ്. 10 raised to minus 8. 1.5 into 10 raised to minus 8. Calculate Kp for the reaction. Kp calculate ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Kc തന്നിട്ട് Kp calculate ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ Kp is equal to Kc into RT raised to delta n. Clear അല്ലേ? Kc ഇതാ Kp is equal Kc into RT raised to delta n. Kp ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. Kp is equal to Kc എത്രയാ? 1.5 into 10 raised to minus 8 ആണ്. RT R എത്രയാ? R 8.314 at 27 degrees Celsius ആണ്. At 27 degrees Celsius. At 27 degrees Celsius തന്നിരിക്കുന്നത്. അപ്പൊ 8.314 ആണ്. T എത്രയാ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ 300 കെൽവിൻ 273 കൂട്ടിയാൽ മതി. ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ആണ്. ഗ്യാഷ്യസ് പ്രോഡക്റ്റ് 2 ആണ്. ഗ്യാഷ്യസ് റിയാക്ടന്റ് 1 + 1 2 ആണ്. സോ ഡെൽറ്റ n is equal to 2 minus 2. Number of moles of gaseous product minus number of moles of gaseous reactant 1 + 1 2 ആണ്. That is equal to 0. Delta n is equal to 0 ആണ്. So a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. A raised to 0 എത്ര 1. So ഇത് raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. So Kp is equal to Kc into RT raised to 1.5 into 10 raised to minus 8. That is Kp യും Kc യും ഈക്വൽ ആണ്. ഡെൽറ്റ n 0 ആയ Kp യും Kc എന്താവും ഈക്വൽ ആവും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ഈ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? എന്താണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം? പറയാം. H2 plus I2. H2 ഗ്യാസ് ആണ്. I2 ഗ്യാസ് ആണ്. 2HI ഗ്യാസ് ആണ്. 2HI എന്താണ്? ഗ്യാസ് ആണ്. അതായത് റിയാക്ടന്റും പ്രോഡക്റ്റും സെയിം ഫേസ് ആ, ഗ്യാഷ്യസ് ഫേസ് ആ. റിയാക്ടന്റും പ്രോഡക്റ്റും സെയിം ഫേസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ സെയിം ഫേസ്. N2 plus 3H2 gives 2NH3. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാക്കുന്ന റിയാക്ഷനിൽ റിയാക്ടന്റും ഗ്യാസ് ആണ്, പ്രോഡക്റ്റും ഗ്യാസ് ആണ്. So it's homogeneous. ഇനി എന്താണ് ഹെറ്ററോജീനിയസ്? ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്താണ്? ഹെറ്ററോജീനിയസ് ഇത് ഹോമോജീനിയസ് ആണ്. ഇത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. ഇനി എന്താണ് ഹെറ്ററോ എന്ന് ചോദിച്ചാൽ ഹെറ്ററോ എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണ്. കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണ്. ഇത് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. കാർബൺ ഡയോക്സൈഡ് എന്താ? ഗ്യാസ്. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്ന റിയാക്ഷൻ. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇത് രണ്ടും സോളിഡും ഇത് ഗ്യാസുമാണ്. റിയാക്ടന്റും പ്രോഡക്റ്റും ഡിഫറെന്റ് ഫേസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ്. റിയാക്ടന്റും പ്രോഡക്റ്റും സെയിം ഫേസ് ആണെങ്കിൽ ഹോമോജീനിയസ്. റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഡിഫറെന്റ് ഫേസ്. ദാറ്റ് ഈസ് നോൺ ആസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? യെസ്. ഇനി റിയാക്ഷൻ കോഷ്യന്റ് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താണ് ഈ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞുതരാം. വേഗം പറയാം. A moles of A plus B moles of B gives C moles of C and D moles of D. Reaction quotient Q എന്ന് പറഞ്ഞാൽ QC എന്ന് പറയാം. QC എന്ന് പറഞ്ഞാൽ concentration of C, equilibrium constant പോലെ തന്നെ D raised to D divided by A raised to A into B raised to B. ക്ലിയർ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ കോൺസെൻട്രേഷൻ ഒക്കെ നേരത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒക്കെ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇത് ബിഫോർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് മുൻപുള്ള കോൺസെൻട്രേഷൻ ആ QC. റിയാക്ടന്റും പ്രോഡക്റ്റും ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല, അതിന് മുൻപുള്ള കോൺസെൻട്രേഷൻ ആണെന്ന് പറയുന്നത് QC. റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. എന്തെത്തിയിട്ടില്ല? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും റിയാക്ഷൻ കോഷ്യന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ആണ്. റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് മുൻപുള്ള കോൺസെൻട്രേഷൻ ആണ്. ക്ലിയർ അല്ല? യെസ്. അടുത്തത് ലേ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ പറയുന്ന ഇതാണ്. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ സിസ്റ്റമായി മാറ്റം ഇല്ലായ്മ ചെയ്യാൻ ഒരു സെൽഫ് അറേഞ്ച്മെന്റ് നടത്തും. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ ഇഫ് യു ചേഞ്ച് ദ ടെമ്പറേച്ചർ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ദ സിസ്റ്റം വിൽ ട്രൈ ടു നള്ളിഫൈ ദാറ്റ് എഫക്ട്. സിസ്റ്റം ആ മാറ്റം ഇല്ലായ്മ ചെയ്യാൻ ഒരു സെൽഫ് അറേഞ്ച്മെന്റ് നടത്തും. അതിനെ വിളിക്കുന്ന പേരാണ് ലേ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ നോക്കുക. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷൻ N2 plus 3H2 gives 2NH3 എന്നുള്ള റിയാക്ഷൻ. ഡെൽറ്റ H is equal to -70 kilojoule per mole. -70 kilojoule per mole എന്ന് വിചാരിക്കാം. യെസ്, ഒരു വാല്യൂ. ഇതിൽ ടെമ്പറേച്ചർ മാറ്റം വരുത്തിയാൽ എന്താണ് സംഭവിക്കുക? പ്രഷറിൽ മാറ്റം വരുത്തിയാൽ എന്താ സംഭവിക്കുക?
കോൺസെൻട്രേഷനിലെ മാറ്റം വരുത്തിയാൽ എന്താ സംഭവിക്കുക ചോദിക്കും. പറഞ്ഞത് ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ ആ മാറ്റം ഇല്ലായ്മ ചെയ്യാൻ സിസ്റ്റം ഒരു സെൽഫ് അറേഞ്ച്മെന്റ് നടത്തും. അതിനെ വിളിക്കുന്ന പേരെന്താ? ലേ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന്, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് കണ്ടാൽ മക്കൾ മനസ്സിലാക്കുക, ഒന്നും നോക്കണ്ട. ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്, ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. എന്ത് വെച്ചിട്ടാ മനസ്സിലാകുന്നത്? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വെച്ചിട്ടാണ് പറയുന്നത്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ ഫോർവേഡ് എക്സോ, ബാക്ക്വേർഡ് എൻഡോ. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ ഫോർവേഡ് എക്സോ, ബാക്ക്വേർഡ് എൻഡോ. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. ടെമ്പറേച്ചർ മാറ്റിയാൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, എൻഡോതെർമിക് റിയാക്ഷൻ ഫേവർ, എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോ ഇവിടെ ആരാ എൻഡോതെർമിക്? ബാക്ക്വേർഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും, വോളിയം കുറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടും. പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. അല്ലെ, സോറി, പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്, കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. സിസ്റ്റം കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. കോൺസെൻട്രേഷൻ കുറയാൻ ഒരേ ഒരു മാർഗം എന്താ? നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കുക, നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കുക. നമ്പർ ഓഫ് മോൾസ് കുറയുന്ന റിയാക്ഷൻ, ഇവിടെ റിയാക്ടന്റിൽ 4 മോളാ, പ്രോഡക്റ്റിൽ എത്ര മോളാ? 2 മോൾ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന റിയാക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ. സോ പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്, കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. അപ്പൊ സിസ്റ്റം എന്തിനു ശ്രമിക്കും? കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യുക? റിയാക്ഷൻ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യും? റിയാക്ഷൻ സ്വിച്ച് എങ്ങോട്ട്? ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് ആ ഡയറക്ഷനിൽ റിയാക്ഷൻ എന്ത് ചെയ്യും? സ്വിച്ച് ചെയ്യും. ആ ഡയറക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യും. ഫോർവേഡ് റിയാക്ഷനിലേക്ക് റിയാക്ഷൻ സ്വിച്ച് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് ഇതാണ് ലേ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി കോൺസെൻട്രേഷൻ, റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടും. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് Arrhenius concepts of acids and base. HCl is an acid. HCl ഒന്നുമില്ല, H plus aqueous, Cl minus aqueous. വെള്ളത്തിലേക്ക് ഇട്ടാൽ H plus പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് എന്നും അല്ലെ, വെള്ളത്തിലേക്ക് ഇട്ടാൽ H plus പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് ആണ് NaOH, Na plus aqueous, OH minus aqueous. അപ്പൊ വെള്ളത്തിലേക്ക് ഇട്ടാൽ H plus പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് ആണ്, വെള്ളത്തിലേക്ക് ഇട്ടാൽ OH minus പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബേസ് ആണ്. അതാണ് Arrhenius കോൺസെപ്റ്റ്. അടുത്തത് ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് പറയാം. നോക്കിക്കോ, HCl plus H2O gives H3O plus Cl minus. മക്കൾ ശ്രദ്ധിക്കുക, ഫോർവേഡ് റിയാക്ഷൻ നോക്കുക. ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. HCl Cl minus ആയി മാറുന്നു, HCl Cl minus ആയി മാറുന്നു, Hനെ വിട്ടുകൊടുക്കുന്നു. സോ ഇറ്റ്സ് an acid. ഇനി ഫോർവേഡ് റിയാക്ഷൻ H2O H3O plus ആയി മാറുക, H2O എന്തായി മാറുക? H3O plus ആയി മാറുക, Hനെ വാങ്ങുകയാണ്. സോ Hനെ വാങ്ങുന്ന ഒരു ബേസ് ആണ്. തിരിച്ച് നേരെ ഇങ്ങോട്ട് നോക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ H3O plus എന്തായി മാറി? H2 ആയി മാറി, H3O plus എന്തായി മാറി? H2 ആയി മാറി, Hനെ വിട്ടുകൊടുത്തു. സോ ഇറ്റ്സ് an acid. ഇതൊരു ആസിഡ്, Hനെ വിട്ടുകൊടുത്തു. Cl minus HCl ആയി മാറി, Hനെ വാങ്ങി. സോ ഇറ്റ്സ് എ ബേസ്. Acid is a substance which gives H plus ion. H plus ion donor ആണ്. Base എന്താ? H plus ion acceptor. Acid is H plus ion donor and base is H plus ion acceptor. Acid H plus ion donor ആണെങ്കിൽ base H plus ion acceptor ആണ്. HCl Cl minus ആയി മാറി എന്ന് പറഞ്ഞാൽ H വിട്ടു കൊടുക്കുക. So acid is H plus ion donor and base is H plus ion acceptor. ഇതാണ് ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ലൂയിസ് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് ആണ്. എന്താണ് ലൂയിസ് കോൺസെപ്റ്റ്? ഒന്നുമില്ല, NH3 ഒരു ലോൺ പെയർ ഉണ്ട് ഇവിടെ, BF3. ബോറോണിന്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല. മക്കൾക്കറിയാം, ബോറോണിന്റെ കയ്യിൽ ബോണ്ട് ഫോം ചെയ്യാൻ ഇലക്ട്രോൺസ് ഇല്ല. ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ 2 ഇലക്ട്രോണിനെ ആര് വിട്ടുകൊടുക്കണം? നൈട്രജൻ വിട്ടുകൊടുത്തേ പറ്റും. അതായത് ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ആ ബോണ്ടിന് വേണ്ട 2 ഇലക്ട്രോണും ഈ ബോണ്ടിന് വേണ്ട 2 ഇലക്ട്രോണും ആര് കൊടുക്കണം? നൈട്രജൻ കൊടുക്കണം. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവർ ആസിഡാ. ഇലക്ട്രോൺ പെയർ ഡോണർ ആണ്. ഇലക്ട്രോൺ പെയർ ഡോണർ ബേസ് ആണ്. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആസിഡ് ആണ്.
യെസ്, ക്ലിയർ അല്ലേ? ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നവർ ബേസും ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവര് ആസിഡും. സോറി, ഇലക്ട്രോൺ പെയർ കൊടുക്കുന്നവർ ബേസും ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നവര് ആസിഡും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്നാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് അഥവാ കെ എന്ന് പറയും. എന്താ പറയാ? കെ. നമുക്കറിയാം വീക്ക് ആസിഡുകൾ വളരെ കുറച്ച് മാത്രമേ അയോണൈസ് ചെയ്യുള്ളൂ. വീക്ക് ആസിഡ് ആയ അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ് വളരെ കുറച്ച് മാത്രമേ അയോണൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. CH3 COO- പ്ലസ് H+. അസറ്റിക് ആസിഡ് വളരെ കുറച്ച് മാത്രമേ വാട്ടറിൽ അയോണൈസ് ചെയ്യുള്ളൂ. സോ വാട്ടറിൽ അതൊരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ഓർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. CH3 CO- പ്ലസ് H+, പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ്. CH3 COOH ആണ്. ഇത് K ആണ്, ഇത് KC ആണ്. KC ഇത് K ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ KC ഇൻറ്റു കോൺസെൻട്രേഷൻ K എന്താ? KC concentration of CH3 COO- into concentration of H+ ആണ്. അതൊന്നുമില്ല. ഇതൊരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവും. ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അത് നമുക്ക് KC എന്ന് വിളിക്കാം. KC. ഇവിടെ അസറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ അത് വളരെ കുറച്ച് മാത്രമേ അയോണൈസ് ചെയ്യുള്ളൂ. സോ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അസറ്റിക് ആസിഡ് ഇങ്ങോട്ട് വന്നാൽ KC into H2O, KC into അസറ്റിക് ആസിഡ്, അതാണ് K. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നല്ലേ? ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്? 4 ആസിഡുകളുടെ Ka വാല്യൂ തരും. 4 ആസിഡുകളുടെ Ka വാല്യൂ തന്നിട്ട് ആരാണ് മോർ അസിഡിക് എന്ന് ചോദിക്കും. ആർക്കാണോ Ka വാല്യൂ കൂടുതൽ അയാൾ മോർ അസിഡിക്. Ka വാല്യൂ ഇൻക്രീസസ്, അസിഡിറ്റി ഇൻക്രീസ്. ഇതാണ് ഓർമ്മിക്കേണ്ടത്. Ka വാല്യൂ കൂടുന്നതിന് അസിഡിറ്റി കൂടും. ഹയർ ദ വാല്യൂ ഓഫ് Ka, ഹയർ ദ അസിഡിറ്റി. ക്ലിയർ? ഇനി അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്, ഫോർ എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്, വീക്ക് ബേസ് ആണ്. അത് പാർഷ്യലി അയോണൈസ് ചെയ്യും. എന്തായി മാറും? NH4++ OH- ആയി മാറും. OH-. തീർച്ചയായിട്ടും അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? NH4+ into OH- into പറ OH- ഡിവൈഡ് ബൈ NH4OH. NH4OH ആണ്. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്കറിയാം ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് പാർഷ്യലി അയോണൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ KC into അമോണിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് KB എന്ന് വിളിക്കും. KB is equal to NH4+ into OH-. ക്ലിയർ അല്ലേ? യെസ്. ഇനി അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഓർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ നോക്കുക. H2O, വാട്ടർ ഇസ് വാട്ടർ പാർഷ്യലി അയോണൈസ്. വാട്ടർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യോ? ഇല്ല. കാരണം വാട്ടർ അയോണൈസ് ചെയ്യില്ല, വളരെ സ്ലൈറ്റ്ലി അയോണൈസ് ചെയ്യുള്ളൂ വാട്ടർ. സോ വാട്ടറിന്റെ അയോണൈസേഷൻ ഇക്വേഷൻ ആണിത്. H2O plus H2O gives H3O++ OH-. ഇതിന് തീർച്ചയായിട്ടും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എങ്ങനെ ചെയ്താ? കോൺസെൻട്രേഷൻ ഓഫ് H3O+ into concentration of OH- ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2O² ആണ്. H2O². ഞാൻ പറഞ്ഞു വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ വിളിക്കുക KW, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു H3O+ into OH-. ഇതിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ ചോദിക്കാറുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിൽ ഈ വാല്യൂ 1 into 10⁻⁻14 ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ KW also increases. അതും പഠിക്കും. Derive an expression for ionic product of water. Question എങ്ങനെയാണ്? Derive an expression for ionic product of water. What will be the effect of temperature? Temperature effect എന്താ? Temperature increases, KW value also increases. KW എന്ന് പറഞ്ഞാൽ 1 into 10⁻⁻14 ആണ്. ക്ലിയർ അല്ലേ? യെസ്. കാൽക്കുലേഷൻ ഓഫ് pH തന്നെ മൈനസ് pH is equal to -logarithm of H3O+ ആണ്. -logarithm of H+ അയോൺ ആണ് pH 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. pH 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. pH less than 7 എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. pH greater than 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഓർമ്മിക്കാം. ക്ലിയർ അല്ലേ? ഇനി pH വാല്യൂ കാണാൻ പറയും. 0.1 മോളാർ HCl pH എത്ര എന്ന് ചോദിച്ചാൽ H+ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും എന്ന് വെച്ചാൽ 0.1 ആയിരിക്കും. സ്ട്രോങ് ആസിഡാ. 0.1 മോളാർ HCl pH കാണാൻ പറ. H+ കോൺസെൻട്രേഷൻ എത്രയാ? 0.1 ആയിരിക്കും. 0.1 pH കാണുന്ന pH equal to -logarithm of H+ അയോൺ ആണ്. -logarithm of H+ അയോൺ. H+ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട്. -logarithm of 0.1 ആണ്.
0.1 എന്നാൽ 10⁻⁻1 ആണ്. മൈനസ് ലോഗരിതം ഓഫ് 10⁻⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും ആൻസർ. ചെയ്ത് നോക്കിയാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ. ഇനി H2SO4 0.01 മോളാർ H2SO4 pH കാണാൻ പറഞ്ഞാൽ 0.01 മോളാർ H2SO4 pH കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. H+ന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2 × 0.01 ആയിരിക്കും. ഈ 2 എവിടെ നിന്ന് വന്നാ? H2SO4 2 H ഉണ്ട്, HCl 1 H ഉള്ളൂ. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ 0.1 ഇല്ല. പക്ഷെ H2SO4 2 H ഉള്ളതുകൊണ്ട് 2 × 0.01. സോ pH equal to മൈനസ് ലോഗരിതം ഓഫ് 2 × 0.01. റെഡി അല്ലേ? ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ pH കാൽക്കുലേഷൻ ഓക്കെ റെഡി. ഇനി കോമൺ അയോൺ എഫക്ട് എന്താണ്? ഈ കോമൺ അയോൺ എഫക്ട് എന്നാൽ dissociation of a weak acid can be suppressed by the addition of a salt containing common ion. That effect is known as common ion effect. ഇപ്പൊ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. CH3COH. Dissociation of a substance can be suppressed by the addition of a salt containing common ion. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ്, അതിങ്ങനെ അയോണൈസ് ചെയ്യും. CH3CO- പ്ലസ് H+ ആണ്. ഈ അസറ്റിക് ആസിഡിന്റെ ഡിസോസിയേഷൻ വേണമെങ്കിൽ വീണ്ടും കുറയ്ക്കാൻ പറ്റും. അതിലേക്ക് എന്തെടുത്താൽ മതി? സാൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് CH3COO Na എടുത്താൽ മതി. ഇതെന്തായി മാറും? CH3COO- Na+ആയി മാറും. അതായത് വീക്ക് ആസിഡുകളുടെ ഡിസോസിയേഷൻ ഇല്ലാതാക്കാൻ പറ്റും. അതിനെ സാൾട്ട് എടുത്താൽ മതി. കാരണം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? CH3COO- ഉണ്ട്. സോ റിയാക്ഷൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യും. അതായത് അസറ്റിക് ആസിഡ് അയോണുകളായി മാറുന്നത് ഇല്ലാതാവും. ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അയോണുകൾ ചേർന്ന് അസറ്റിക് ആസിഡായി മാറില്ലേ? അപ്പോ ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഈസ് സപ്രസ്ഡ് ബൈ ദ അഡിഷൻ ഓഫ് എ സാൾട്ട് കണ്ടെയ്നിങ് കോമൺ അയോൺ. അസറ്റിക് ആസിഡിലും നമ്മളായിരുന്ന സാൾട്ടിലും കോമൺ ആയിട്ട് അയോൺ വേണം. ഏതാ? CH3CO- കോമൺ ആണ്. ക്ലിയർ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്ട്. അടുത്തത് ബഫർ സൊല്യൂഷൻ. Solution which resists the change in pH by a small addition of acid or base. നമ്മളെ ബ്ലഡ് ഒരു ബഫറാണ്. ബ്ലഡ് ഈസ് എ ഒരു ബഫറാണ്. എന്താ ബഫർ? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH. നമ്മൾ അസിഡിക് ആയുള്ള ഫുഡ് കഴിച്ചാലോ ബേസിക് ആയുള്ള ഫുഡ് കഴിച്ചാലോ ബ്ലഡ് എന്താവുന്നില്ല? ബ്ലഡ് അസിഡിക്കോ ബേസിക്കോ ആവുന്നില്ല. ബ്ലഡ് ഈസ് എ ബഫർ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH by a small addition of acid or base. ഒരു ആസിഡ് എടുത്താലോ ബേസ് എടുത്താലോ pH ചേഞ്ച് ചെയ്യാത്ത സൊല്യൂഷനെ വിളിക്കുന്ന പേരാണത് ബഫർ സൊല്യൂഷൻ. എന്താ വിളിക്കുക? ബഫർ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ pH by a small addition of acid or base. ഒരു ആസിഡ് എടുത്താലോ ബേസ് എടുത്താലോ pH ചേഞ്ച് ചെയ്യാത്ത സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? ബഫർ സൊല്യൂഷൻ. എന്താ വിളിക്കുക? ബഫർ സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ചാപ്റ്റർ ത്രൂ ഔട്ട് സ്പീഡായിട്ട് നോക്കിപ്പോയതാണ്. അപ്പൊ എല്ലാ പോയിന്റുകളും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. മക്കൾ നന്നായിട്ട് ചെയ്തു നോക്കുക. NCERT ഇത് മാത്രം പോരാ, NCERT കുറച്ച് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ചെയ്ത് ചാപ്റ്റർ സെറ്റ് ആക്കാൻ. ഞാൻ പറഞ്ഞില്ല 18 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഈസി ആയിട്ട് മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ബൈ.